അധ്യാപികയായ ജയകുമാരിക്ക് ശുചിമുറി തുറന്നു നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിന്റെ പേരിൽ കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പ് ഉടമയായ ഫാത്തിമ ഖന്നയ്ക്ക് 1.5 ലക്ഷം രൂപ പിഴയും 15,000 രൂപ കോടതി ഫീസും ഉൾപ്പെടെ 1.65 ലക്ഷം രൂപ പിഴയായി ലഭിച്ചു. പാലക്കാട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റേതാണ് ഈ വിധി. 2024 മെയ് 8-ന് കാസർഗോഡ് നിന്നും പാലക്കാട്ടേക്കുള്ള യാത്രക്കിടയിൽ അധ്യാപിക ഫാത്തിമയുടെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറുന്നു. തുടർന്ന് ശുചിമുറിയുടെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ പമ്പ് ജീവനക്കാരൻ മോശമായി പെരുമാറി. അധ്യാപിക പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് ബലമായി ശുചിമുറി തുറന്നുകൊടുത്തു. ശുചിത്വത്തിനുള്ള അവകാശം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന മനുഷ്യ അവകാശമായി ഐക്യരാഷ്ട്ര സംഘടന തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ശൗചാലയ സൗകര്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം മനുഷ്യന്റെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ സ്ഥലപരിമിതിയാണ് നഗരങ്ങളിലെ ശൗചാലയ പ്രശ്നത്തിന്റെ പ്രധാന വെല്ലുവിളി. സ്ത്രീകൾക്ക് വേണ്ടി പല പദ്ധതികളിലായി ഷീറ്റ് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമ്പോഴും പലതും സ്ത്രീ സൗഹൃദമല്ല. പൊതു ശൗചാലയങ്ങളുടെ വൃത്തി കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, മാളുകൾ എന്നിവിടങ്ങളിലെ ശുചിമുറികൾ മാത്രമാണ് ദൂരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള ആകെ ആശ്വാസം. മലയാളത്തിൽ ജിയോ ബേബിയും കൂട്ടരും ചേർന്ന് ഈ പശ്ചാത്തലത്തിൽ അസംഘടിതർ എന്ന ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. മിഠായി തെരുവിൽ കടകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ ജോലിസ്ഥലത്ത് മലമൂത്ര വിസർജനത്തിനായിട്ടുള്ള സൗകര്യമില്ലാത്തതിനാൽ തങ്ങളുടെ വീടെത്തും വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ. എന്നാൽ അവർ പൊരുതി ശുചിമുറികൾ ഉണ്ടാക്കിയെടുത്ത കാഴ്ച അത് സ്ത്രീകളുടെ പെൺകരുത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ എല്ലാ സ്ത്രീകളും ശൗചാലയ പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ടുകളും യാത്രക്കിടയിൽ അനുഭവിച്ചവരല്ലേ? അങ്ങനെ തനിക്കേറ്റ അടിസ്ഥാന സൗകര്യ ദൗർലഭ്യതയ്ക്കെതിരെ ഒറ്റയ്ക്ക് പോരാടിയ ജയകുമാരി ടീച്ചറിന്റെ ധീര പോരാട്ടത്തിന്റെ കഥ എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാണ്.